ഹലോ ഗൈസ്, ഇതാണ് ഗോൾ ബാറ്റ്. ഇതിൻ്റെ പേരാണ് ഗോൾ ബാറ്റ്. ഈ ഗെയിം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ഫുട്ബോൾ കണക്കൊക്കെ തന്നെ. ഇതാണ് ഇതിൻ്റെ പ്രൊഫൈലിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇത് അരീന, നമ്മളൊരു സ്റ്റേജിൽ 10 സ്റ്റേജ് ഉണ്ട് നമുക്ക്. പിന്നെ എന്തുവാ, മാനേജറിനും ലെവലുകൾ ഒരേ കളി തിരിച്ച്. മാനേജറിൻ്റെ അകത്തും 2-3 മാനേജറുണ്ട്. എലൈറ്റ്, എപ്പിക്ക്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തൊക്കെയോ ഉണ്ട്, സ്റ്റാൻഡേർഡ് അങ്ങനെ എന്തോ. പിന്നെ സ്റ്റാർസ് 3 ഉണ്ട് നമുക്ക്. അങ്ങനെ കമൻറ്റില്ല, അതിങ്ങനെ ഇല്ലാത്ത ചള്ളിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത്. എൻ്റെ പേരൊക്കെ നമ്മൾ ചുമ്മാ ജസ്റ്റ് നിർത്തുക. ഇതാണ് ഇതിനകത്ത് പ്രൊഫൈൽ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ആദ്യം കിട്ടിയത് മറ്റേ പ്രൊഫൈൽ കൊടുക്കും. മറ്റേത് ക്യാരക്ടറുള്ള പ്രൊഫൈൽ തന്നെ വരുന്നത്. എല്ലാ പ്രത്യേകിച്ചൊന്നും. പിന്നെന്ത് ഇതിനകത്ത് പറയാനുള്ളത്, ഇതാണ് ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റേജുകളുണ്ടെന്ന്. എരീന 1 ഇത് ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓരോ കളി കളിച്ചായിരുന്നു തന്നെ കൂടിക്കൂടി വലിയ പാടൊന്നും. ഇത് സ്റ്റേജ് 2. അപ്പം അതിൻ്റെ അത്ര നമുക്ക് കുറേ ചെസ്റ്റുകൾ, ഒരു സൂപ്പർ പവർ. ഇതാണ് ഞാൻ പറഞ്ഞത്. 4-ാമത്തെ അത് പ്രത്യേകിച്ചൊന്നുമില്ല, പഴയതുകൊണ്ട് തന്നെ. പിന്നെ 5-ാമത്തെ അകത്താകുമ്പോൾ സൈഡിൽ കണ്ടില്ലേ നമുക്ക് ഇത് വരും. സീനിയർ മാനേജറായി നമ്മുടേത്. അന്നേരം ഒരേ ഇത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരക്ടറുകൾ റീഡായി വരും. അങ്ങനെ 10 ഉണ്ട്. അത് ഈ ചെസ്റ്റ് കളിയിൽ നിന്ന് ഒരേ കാർഡ് കിട്ടി അങ്ങനെ നമുക്ക് ക്യാരക്ടറുകളെ കിട്ടുന്നത്. ഇതുണ്ട്, ഇത് മാസ്റ്റർ മാനേജർ നമുക്ക് പറഞ്ഞില്ല, മാസ്റ്ററായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ 9 ക്യാരക്ടർ. 10-ാമത്തെ ആകുമ്പോൾ എലൈറ്റ് മാനേജറിനെ കിട്ടും. ഇതാണ് സെറ്റ് സാധനം. ഇതുവരെ എത്തുമെന്ന് അറിയത്തില്ല, എത്തിക്കാൻ നോക്കണം. എത്തിക്കുന്നതായിരിക്കും, എത്താതോടൊപ്പം. പിന്നെന്താ പറയുക, ഇതാണ് ഓരോ പവറുകൾ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ പവറുകളുണ്ട്. ഇതാദ്യത്തത് സമയം കൂട്ടാൻ പറ്റും നമ്മൾ ഒറ്റിക്കുന്ന സമയത്ത്. പിന്നെ 2-ാമത്തെ സ്പീഡ് കൊടുക്കുക. 3-ാമത്തെ നല്ല ഷൂട്ടി പൗഡർ ലഭിക്കും. ഷൂട്ട് നല്ല പൗഡർ ചെയ്യാൻ പറ്റും, അതെന്തായാലും ഗോൾ കയറും. അങ്ങനെ അത് നമുക്ക് ലെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരേ നട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരേ നട്ട് നമുക്ക് ഒരേ സ്ലോട്ട് അൺലോക്ക് ചെയ്യണം നമ്മൾ. അതാണ് അതിൻ്റെ അകത്തുള്ള പരിപാടി എന്ന് വെച്ചാൽ. പിന്നെ വരുന്നതിൻ്റെ പിന്നെ ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ സാധനങ്ങൾ, മാർക്കറ്റ്. അത് നോക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു ഇവൻറ്റുകളൊക്കെ. ഇതും ഇവൻറ്റ് നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയത്. ഇവൻ്റെല്ലാം കണ്ടില്ല, അതൊക്കെ എളുപ്പം കഴിയും. ഇത് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മൾ എളുപ്പം തീർക്കും. ഇത് ഫുള്ള ഇവൻറ്റുകൾ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ സൂപ്പർ പവർ നമുക്ക് കാർഡായിട്ടാണ് കിട്ടുന്നത്. അതും തീർന്നു. അതും ചെസ്റ്റ് ചെയ്തും പിന്നെ ഇങ്ങനെ കളിക്കുമ്പോൾ ഇതൊരു കാർഡായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ആ സാധനം കിട്ടും. ഇതാണ് ഇതിൻ്റെ അകത്ത് വലിയ ചെസ്റ്റ്. നടക്കുമായിരിക്കും. പിന്നെന്തുവാ, പിന്നെ ഇന്നത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. ഇത് നമുക്ക് ഒരു ചെസ്റ്റ് കിട്ടുന്ന ഓപ്പൺ ചെയ്യാം. നമുക്ക് അറിയാമല്ലേ എന്തിനായി. അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഓട്ടോയായിട്ട് സൂപ്പർ നല്ല പവറുള്ളവരെ കയറ്റാൻ പറ്റും. ഓട്ടോ നമ്മൾ നല്ലത് ഇട്ടേക്കുന്നുണ്ട്. അങ്ങനെയാണ് ഗോൾ. ഇത് 3 ഗോളുമാരേ ഉള്ളൂ. അത് ലെവലനുസരിച്ചാണ് തോന്നുന്നു മാറുന്നത്. എനിക്കൊന്ന് ഇതുവരെ പവറുകളുടെ ലെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇവർക്ക് ഓരോ പവറുകൾ കിട്ടും. അതാണ് പൈസ വേണം എന്നറിയില്ല. പിന്നെ നമുക്ക് ഒരു വട്ടം ഇതിന് ഇതൊക്കെയാണ് 2-ാമത്തെ ഗോളി. ഇതുണ്ട്, ഇതാണ് 3-ാമത്തെ ഹിപ്പോപ്പൊട്ടാമസ്. എന്താണെന്നായിരിക്കും ആ സാധനം. പിന്നെ നമുക്ക് ഇവരുടെ കളർ, അതാണ് ഇവർക്ക് കോസ്റ്റ്യൂംസ് അറിയാത്തവർക്ക് വരുന്നത്. പനിയായാലും ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ കോസ്റ്റ്യൂം ഇടാം. അതിന് കളർ മാറ്റാൻ പറ്റും. ഇത്രയും കളർ ഓപ്ഷനേ ഉള്ളൂ എല്ലാവർക്കും. അങ്ങനെ പിന്നെന്താ, പിന്നെ നമുക്ക് നോക്കാം. ഇവരൊക്കെയാണ് ഒരേ ഏരിയയിലും നമുക്ക് കുറച്ച് ആൾക്കാർ ലോക്കായി വരും. അൺലോക്കായി വരും. ലോക്കല്ല, അൺലോക്ക്. ഇതായിട്ടുണ്ട്. ഇവരെല്ലാം ഫസ്റ്റ് ഏരിയ, സെക്കൻഡ് ഏരിയ, അങ്ങനെ അതിനകത്ത് റയറുണ്ട്, എപ്പിക്കുണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. എപ്പിക്കും റയറൊന്നും ഇപ്പം നമ്മുടെ ഇല്ല. ഇവരൊക്കെയാണ് കാരണം. പിന്നെ 5-ാമത്തെ തൊട്ട് അങ്ങോട്ട് പിന്നെ ഫുള്ള് മൃഗങ്ങളൊക്കെ മനുഷ്യർ. സെറ്റ് സാധനങ്ങളൊക്കെ എന്തെങ്കിലും കേട്ടെ. അതൊരു സെറ്റ് സാധനമുണ്ട് എനിക്ക് വേണ്ട. ഇത് 3 ഇതല്ല, അത് 5-ാമത്തെ അകത്താണ്. ഇതെന്ത് കുഴപ്പം.
5-ാമത്തെ 6-ാമത്തെ അത് ഈ സാധനത്തിന് മേടിക്കണം. പിന്നെ ഇവരുടെ സൈഡിൽ കണ്ടില്ലേ ഷൂട്ട് എന്ന് പറഞ്ഞ്, അങ്ങനെ എല്ലാവർക്കും പവറുണ്ട്. ഓരോരുത്തർ ഒരാൾ കൂടി കൂടി ലെവൽ കൂടുന്നതനുസരിച്ച് തമറുണ്ട്, അവനെ എടുക്കണം. പിന്നെ താറാവ് റൂട്ടല്ലേ, കണ്ട് റൂട്ട്. പിന്നെ ഇതിന് 9 ഇതൊരു സെറ്റ് സാധനം ഉണ്ടാവും, സാധനം എടുത്ത് കാണിച്ചു തരാം. തേങ്ങുന്നുണ്ട് ഓക്കെ, ഇന്ന് കിട്ടാണ് എന്തോ കിട്ടിയാൽ മതി. എന്ത് ചെയ്യാം, അങ്ങനെ മേലോട്ട് കിട്ടുന്നുണ്ട്. ഇത്രയാണ് സംഭവങ്ങൾ. പിന്നെ മൊത്തം എന്ത് കളിക്കാനുള്ള ലീഗ് നമ്മൾ 2ാമതുണ്ട് എൻ്റെ ലീഗിൻ്റെ അകത്ത്. ആദ്യത്തെ ചുമ ഇതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. നോക്കണ്ട, ബാക്ക് അടിച്ചുകൂടാ, ഞാൻ നോക്കാറില്ല. ലാസ്റ്റ് കളിയും അത്രേ ഉള്ളൂ. ഞങ്ങളുടെ എരീന ട്രെൻഡിങ് കയറി ഫുള്ളടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് സംഭവങ്ങൾ. സ്ട്രീക്ക് 6 സ്ട്രീക്ക്. ഫസ്റ്റ് നമ്മൾ കളിക്കുമ്പോൾ അതിനകത്ത് ഇതൊക്കെയാണ് ജോയിസ്റ്റിക്കുകൾ. അല്ലാതെ നമുക്ക് തമ്മിൽ തല്ലാൻ പറ്റും, ഫൗളൊക്കെ ഉണ്ട്. കടിച്ച് ഷോ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ നോക്കാറുള്ളൂ. തമ്മിൽ തല്ലാൻ പറ്റുമ്പോൾ കാണിച്ചാൽ കൂടെ നല്ല കൂടി കണ്ടോ തല്ലുന്നുണ്ട്. ആകെ തല്ലുന്നതായിട്ട് കണ്ടോ തല്ലിയിട്ടാണ്ടിന്ന് പന്തെടുക്കും. നല്ല കളിച്ചുണ്ട്. അവിടെ ഇരിക്കുന്ന മോനെടുത്ത് കണ്ടോ, തല്ലിയ പന്തെടുക്കാൻ പാസ് കൊടുക്കാൻ മോനടിക്കും. തല്ലി കിട്ടിയില്ല. അതല്ലേ അത്രയും നാഗരി ഷോട്ട് പോലെയാണ്. ഇതുണ്ട് നമുക്ക് ചൊറിയാം, കിട്ടും. ഇപ്പം ചൊറിയാം, പിന്നെ വലിച്ചു കയറും. പിന്നെന്താ മറ്റേ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾ കയറും. തല്ലി വരും ആർക്കും. അത്രയും കീഴിൽ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഗോളി എടുത്തെങ്കിൽ ഗോളി എടുത്ത് എഴുത്തുക, അങ്ങനെ പ്രശ്നമുണ്ട്. തല്ലിയ പന്തെടുക്കാൻ കീഴിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, 3 അടി അടുപ്പിച്ച് ഗോളി കൂട്ടിക്കഴിഞ്ഞാൽ ഗോളി പോകാൻ വരും. അങ്ങനെ ഒരു കാര്യം കൂടിയിട്ടുണ്ട്. അതായത് പന്ത് നമ്മളടിക്കുന്ന നമുക്ക് ഗോളി അടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയല്ലോ ബ്ലോക്ക് ആണ് പ്രശ്നം. കണ്ടോ ചൊറിയുന്നുണ്ട്. ഇപ്പം നമുക്ക് വിട്ടു കൊടുക്കാം. മറ്റേ പവർ യൂസ് ചെയ്യും. ഇനി എന്താണ് തല്ലി 5 സെക്കൻഡും കൂടി ഉള്ളൂ. പ്രശ്നം നമ്മൾ തോറ്റു. 14 സെക്കൻഡാണ് കഴിയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാം. നമ്മുടെ സ്ട്രീക്ക് പോകും. അത് വേണ്ട, നമുക്ക് ഡയമണ്ട് കൊടുത്ത സ്ട്രീക്ക് പിടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് വേണ്ട, ഒന്നും വേണ്ട. ഒരാൾ സ്ട്രീക്ക് പൈസ ഏർപ്പെടും എല്ലാം പോച്ച്. പിന്നെ എന്തൊക്കെ ഉണ്ട് പറയാൻ? പിന്നെ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. നമ്മളൊക്കെ എന്തൊക്കെയാണ് തേങ്ങയാലും അങ്ങനെ. പിന്നെന്തുവാ, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് കൊള്ളാം. അങ്ങോട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ക്യാരക്ടർ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം കളിക്കാൻ സ്മൂത്താണ് ഈ സമയം. പിന്നെന്താ ഇതെല്ലാം പമ്പുമ്പോൾ പൈസ കൊടുത്ത്
ഒരേ നാട്ടിൽ കണ്ടു. മുമ്പ് രണ്ടായിരുന്നു, ഇപ്പം മുമ്പ് ഒന്നായിരുന്നു, ഇപ്പം രണ്ടായി. കണ്ടല്ലോ ഈ സ്റ്റാർ കിട്ടും ഞാൻ പകുതി കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് മാനേജറിൻ്റെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗോളിയുടെ സാധനം കിട്ടത്തുള്ളൂ. ഗോളി അപ്ഗ്രേഡ് ചെയ്യാം. അത് വേറെ. പിന്നെ മിക്കവിടെ ഇത് നമുക്ക് ആണ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റും. കണ്ടു ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ കളിക്കാം, അതിൻ്റെ കയ്യിൽ കളിക്കാം, രസമായിരിക്കും. പിന്നെന്താ ഇതിൻ്റെ അകത്തിപ്പോൾ പറയാമെന്ന് വെച്ചാൽ അതാണ് സെറ്റിങ്സ്. ന്യൂസ് പോർട്ടബിലിറ്റി അതുകൊണ്ട് അതിലൂടെ എന്ന് പറയുന്നത് വെച്ചേക്കുന്നല്ലോ അതുകൊട്ടെ. ഇതാണ് സെറ്റിങ്സ് വരുന്നത്. മ്യൂസിക് ഞാൻ ഫുൾ ഓഫ് ആക്കി. പിന്നെ സൗണ്ട് എഫക്റ്റ്, പിന്നെ ഹാപ്റ്റിക് ഇമ്പാക്റ്റ്, അതെന്തോ മറ്റേ വൈബ്രേഷൻസ് ഉണ്ടാവും. റെസൊല്യൂഷൻ ഞാൻ ഹൈ ആയിട്ടായിരുന്നു. പിന്നെ മ്യൂട്ടൊന്നും ചെയ്തിട്ടില്ല, ആരുമില്ല. പിന്നെ ഇതിനെ മ്യൂട്ട് ചെയ്യുന്നത് ഒറ്റയ്ക്ക് കളിക്കുന്നത് എനിക്കെന്ത് മ്യൂട്ട് പിന്നെ അതുകൊണ്ടൊക്കെ അങ്ങോട്ടൊക്കെയാണ്. പിന്നെന്തുവാ പിന്നെ അക്കൗണ്ട്സ് ഞാനിപ്പോൾ ഗൂഗിളിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അത്രയും പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനെന്ന് പറയുന്നത് ഒന്നുമില്ല. പിന്നെന്താ എൻ്റെ അകത്ത് കാണിക്കാനുള്ളത് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ കാണിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, കാണിക്കും. അതിപ്പോൾ എന്ത് ചെയ്യും? ഓണൊക്കെ ഉണ്ടാകും തോന്നുന്നു, നല്ല ലാഗ്. ശരി എന്നാൽ അത്രയൊക്കെ ഉള്ളൂ, ബൈ.